Hello guys, welcome back to Edgeboard once again. It's me, Salsabin, your economics teacher. അപ്പോൾ എല്ലാവർക്കും മക്കളെ ഒരിക്കൽ കൂടി എഡ്ജുബോർഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയല്ലേ, പ്ലസ് ടു ഒക്കെ ഭയങ്കര രസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് ടഫായി, സെക്കൻഡ് പഠിച്ചപ്പോൾ തേർഡ് കുറച്ച് ടഫായി. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മാക്രോയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സാറേ, എൻ്റെ പൊന്ന് സാറേ, തട്ടിത്തടഞ്ഞിട്ട് എനിക്ക് നടക്കാൻ വയ്യ എന്നൊരവസ്ഥയിൽ എനിക്ക് എൻ്റെ മക്കളെ ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഒരൊറ്റ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്ന സ്റ്റൈലിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നിങ്ങൾ പഠിക്കുന്ന സ്റ്റൈലിലായപ്പോൾ അപ്പോൾ അതൊന്ന് മാറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് എഡ്ജുബോർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് തരുന്ന വീഡിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, അല്ലേ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഏതൊരു രാജ്യം എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു എക്കോണമി അഥവാ സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യ ആവട്ടെ, ചൈന ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും എല്ലാ രാജ്യത്തിലും പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ പേരാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ എക്കോണമിക്കും ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കോളൂ, എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ എക്കോണമിയിലും വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് പറഞ്ഞത്. സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ എക്കോണമിയിലും വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ബേസിക് ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ എക്കോണമി നേരിടുന്നതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒറ്റ കാരണമാണ്, ചോയ്സ് കൊണ്ടാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പല ചോയ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം കഴിക്കാം, അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി കഴിക്കാം, അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈവനിങ് സ്നാക്സ് പോയിട്ട് നല്ല ചായയും നല്ല മുരിഞ്ഞ കടികളൊക്കെ കഴിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ഞാൻ പ്ലസ് ടുവിൽ ടൂർ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കുള്ള ഫസ്റ്റ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആ 100 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുത്തേക്കാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. ഇതേപോലെ എല്ലാ രാജ്യങ്ങൾക്കും റിസോഴ്സ് ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ ഇതുപോലെ ചോയ്സുകൾ ഉണ്ടാവും, എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ചോയ്സ് വരുമ്പോഴാണ് ഈ പറയുന്ന സെൻട്രൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, ശരിക്കും ഒരു മിസ്മാച്ചാണ്. മിസ്മാച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ ചേർച്ചയില്ലായ്മ. എന്തൊക്കെയാലും മനുഷ്യൻ്റെ ആവശ്യങ്ങളും അതേപോലെ അത് നിറവേറ്റാനുള്ള റിസോഴ്സും ഈ പറഞ്ഞ ലിമിറ്റഡ് ആയി വരുമ്പോഴാണ് പ്രശ്നം വരുന്നുണ്ടോ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഓർത്ത് എന്താണ്, ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അവസാനിക്കണമെങ്കിൽ എന്താവണം, അയാൾ മരിക്കണം. ഓക്കെ, അതുവരെ എന്തായിരിക്കും, നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അൺലിമിറ്റഡ് ആയിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാവുമോ? ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ 100 രൂപയാണ് തന്നെ, ആ 100 രൂപക്ക് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാനും അതേപോലെ നിങ്ങളുടെ ടൂർ പോകുന്നതിലേക്ക് പൈസ എടുത്ത് വെക്കാനും അത് പോകുന്ന ഐസ്ക്രീം എടുത്ത് വെക്കാനും ഫലൂദ കഴിക്കാനും ഒക്കെ ഉള്ള പൈസ അതിൽ നിന്ന് കിട്ടുമോ? ഇല്ല. ആകെയുള്ള 100 രൂപയല്ലേ. അപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടാകുന്നത്, റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആണ്, എന്നാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വളരെ വളരെ പെരുസായിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാണ് വരുന്നത്, അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്രത്തോളം അൺലിമിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ അതിന് വേണ്ട റിസോഴ്സ് എന്താണ്, വളരെ കുറച്ച് മാത്രം, അഥവാ ലിമിറ്റഡ് ആയിട്ടേ കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ കിട്ടുന്ന റിസോഴ്സിന് എന്താണ്, ഓൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറയുന്നത് ഒന്നിലധികം ഉപയോഗങ്ങൾ, അല്ലേ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന 100 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം കഴിക്കാം, നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, അങ്ങനെ ഒന്നിലധികം ഉപയോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വലിയൊരു മിസ്മാച്ച് ഉണ്ടാവും. ഇതെല്ലാ രാജ്യത്തും ഇതുപോലെ തന്നെയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ആ രാജ്യത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ അതിനുള്ള റിസോഴ്സ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അവിടെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് സെൻട്രൽ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ്, ഈ പ്രശ്നം വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് 3 ചോദ്യങ്ങളാണ് എല്ലാ രാജ്യങ്ങളും പ്രധാനമായിട്ട് നേരിടുന്ന ആ 3 ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ തിയറിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. നോക്കിക്കോളൂ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോവാണ്, ഈ പറയുന്ന സ്കേഴ്സിറ്റി ആണ് ഇതിനൊക്കെ കാരണം. ഓക്കെ, സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ദൗർലഭ്യം കേട്ടോ, ദൗർലഭ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ സ്കേഴ്സിറ്റി ഡെഫിനേഷൻ കൊണ്ടുവന്ന ആരാന്ന് ചോദിക്കും, അത് മറക്കണ്ട, വേറെ ആരുമല്ല, ആരാണ്, ലയണൽ റോബിൻസൺ. ആരാണ്? ലയണൽ റോബിൻസൺ ആണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നുള്ളത് മറക്കരുത്. ഓക്കെ, ലയണൽ റോബിൻസൺ ആണ് ദൗർലഭ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വിഭവങ്ങളുടെ സ്കേഴ്സിറ്റിയാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളുള്ളത്. ആ 3 ചോദ്യങ്ങൾ എല്ലാ എക്കോണമി നേരിടുന്നതാണ്. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ടു പ്രൊഡ്യൂസ്, രണ്ടാമത്തെ ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെ ചോദ്യം ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആര് എന്തിന് അല്ലെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി,
എങ്ങനെ എങ്ങനെയുള്ള രീതിയിലെ ചോദ്യം ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉണ്ടാക്കണം. രണ്ടാമത്തെ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉണ്ടാക്കണം. 3 ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉണ്ടാക്കണം. ഇതെന്തിനാ ഈ ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യം എന്തിനാ ചോദിക്കുന്നത്? ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ റിസോഴ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, മറ്റ് പല രൂപങ്ങളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള സർവീസും ഗുഡ്സൊക്കെ ആയിട്ട് മാറ്റാറുണ്ടല്ലേ. അപ്പോൾ അതിന് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിനു വേണ്ടി രാജ്യത്തിന് മുൻപിൽ വരുന്ന 3 ചോദ്യങ്ങളാണിത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുണ്ടാക്കണം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് നിങ്ങളുടെ പാരൻസിൽ നിങ്ങളുടെ വീട്ടിൽ ആരാണോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അവർ നിങ്ങളോട് ചോദിക്കും, മോനെ നാളെ രാവിലെ അല്ലെങ്കിൽ മോളെ നാളെ രാവിലെ കഴിക്കാൻ എന്താ വേണ്ടേ, അപ്പം വേണോ, പുട്ട് വേണോ, ഇഡ്ഡലി വേണോ, ദോശ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയും പുട്ട് മതി അല്ലെങ്കിൽ ദോശ മതി, ഇഡ്ഡലി മതി. അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്താ ഉണ്ടാക്കേണ്ടത് ചോദിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ ഫുഡ് കുക്ക് ചെയ്യും. അതേപോലെ രാജ്യത്തിനോട് ചോദ്യം വരും, എന്ത് ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന കാര്യം നമ്മുടെ രാജ്യത്ത് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 സാധനങ്ങളായിട്ട് കണക്കൂട്ടാം. ഓക്കെ, 2 സാധനങ്ങളായിട്ട് കണക്കൂട്ടാം. അപ്പോൾ മെയിനായിട്ട് നോക്കുക നിങ്ങളിവിടെ ഒന്ന് നമ്മുടെ ഇവിടെ ലംബോർഗിനി കാർ, എന്താണ് ലംബോർഗിനി കാർ എന്ന് വിചാരിക്കുക, ലംബോർഗിനി കാർ. ഓക്കെ, ഒന്ന് ലംബോർഗിനി കാറാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് രാജ്യത്ത് എന്ത് ചെയ്യുന്നു, ലംബോർഗിനി കാറ് വാങ്ങുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന കാര്യം ഏതാണ്? ഏറ്റവും ആവശ്യമായിട്ട് ലംബോർഗിനി കാറാണോ ഭക്ഷണമാണോ ഒരു മനുഷ്യന് ആദ്യമായിട്ട് വേണ്ടത്? ആദ്യമായിട്ട് അയാൾക്ക് വേണ്ടതാണ് ലംബോർഗിനി കാറാണോ? അല്ല, ഭക്ഷണമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അത്യാവശ്യമായിട്ട് വരുന്നത്, ആവശ്യമല്ല, നമുക്ക് എന്താണോ അത്യാവശ്യം, ഈ അത്യാവശ്യം നമ്മളുടെ കാര്യം എന്താണ് വ്യത്യാസം തന്നെ. ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതില്ലെങ്കിലും ജീവിക്കാനൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കാനേ പറ്റില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ആണ്. ഇപ്പോൾ ഫുഡ് എന്ന് പറയുന്ന അത്യാവശ്യ കാര്യമാണ്, പക്ഷെ എന്താണ് ബ്രാൻഡഡ് വസ്ത്രം എന്ന് പറഞ്ഞ ഒരാവശ്യവുമാണ് അല്ലേ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വാട്ട് പ്രൊഡ്യൂസ് എന്ന ചോദ്യത്തിനാണ് എഴുതുന്നുണ്ടെങ്കിൽ വാട്ട് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ഐറ്റംസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാ ഇനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന് കാരണം എന്താണ്, സ്കേഴ്സിറ്റി, ഈ പറഞ്ഞ വിഭവങ്ങളുടെ ദൗർലഭ്യമാണ് കാരണം. അപ്പോൾ നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? സോ പ്രൊഡ്യൂസ് ദ നെസസറി ഐറ്റംസ് അല്ലെങ്കിൽ നെസസിറ്റി ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട വസ്തുക്കൾ നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു രാജ്യത്ത് ആദ്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യ വസ്തുക്കൾ. ഓക്കെ, അത്യാവശ്യ വസ്തുക്കൾ എല്ലാവർക്കും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ആവശ്യ വസ്തുക്കളിലേക്ക് കടക്കാം. അപ്പോൾ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൊഡക്ഷൻ ഓഫ് ദി നെസസറി ഐറ്റംസ് ആണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം അല്ലേ, രണ്ടാമത്തെ ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ. നമുക്ക് 2 രീതിയിൽ പ്രൊഡക്ഷൻ നടത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊരു കമ്പനി തുടങ്ങി, ആ കമ്പനിയിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് 2 രീതിയിൽ പ്രൊഡക്ഷൻ നടത്താം. കംപ്ലീറ്റ് മെഷീൻസ് നിങ്ങൾ ചെയ്യുന്ന എന്താണ്, ഒരു ബിസ്ക്കറ്റ് കമ്പനി, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി അല്ലേ, മോഹൻലാലിന്റെ മീതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി നിങ്ങളും തുടങ്ങി. ആ കമ്പനിയിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു, മനുഷ്യനിർമ്മിതമായിട്ട് വേണ്ട, മനുഷ്യൻ്റെ വിയർപ്പും അതുപോലെ എന്താണ് ഈ പറയുന്ന മീശരമങ്ങളും താടിരമകളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ദാക്ഷായണി ബിസ്ക്കറ്റ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെഷീൻസ് ആണ്. ഓക്കെ, കുഴക്കുന്ന മെഷീൻ, പരത്തുന്ന മെഷീൻ, ഷേപ്പ് ചെയ്യുന്ന മെഷീൻ, പാക്ക് ചെയ്യുന്ന മെഷീൻ, എല്ലാ മെഷീനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളവിടെ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണല്ലേ. മെഷീൻസ് നമ്മൾ പൊതുവെ പറയുന്ന പേര് ക്യാപിറ്റൽസ് എന്ന് പറയാം. എന്താ പറയുക, ക്യാപിറ്റൽസ് അഥവാ മൂലധനങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നാമത് എന്ത് ചെയ്യാം, മെഷീൻസ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടാകാം. ഇനി രണ്ടാമത്, നിങ്ങളുടെ കയ്യിൽ അത്ര വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തിട്ട് കുറേ നല്ല പണിക്കാരുണ്ട്, നല്ല വൃത്തിയുള്ള ജോലിക്കാരുണ്ട്. അപ്പോൾ ഈ ജോലിക്കാർക്ക് അങ്ങനെ ഒരുപാട് ലേബേഴ്സിന് ജോലി കൊടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് നിങ്ങൾ അന്നേരം മെഷീൻസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വളരെ വൃത്തിയായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ അങ്ങനെ ദാക്ഷായണി ബിസ്ക്കറ്റ് ഹിറ്റ് ആവുകയാണ്. 2 രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാകാം, നിങ്ങളുടെ ചോയ്സാണ്. അതിലെവിടെ നിങ്ങളുടെ ചോയ്സ് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് റിസോഴ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ലേബേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലേബേഴ്സിനെ വെച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താം. ഇനി ഒരുപാട് ക്യാപിറ്റൽ മൂലധനമാണ് നിങ്ങളുടെ കയ്യിലേക്ക്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ നടത്താം. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്ത് റിസോഴ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ ഉൽപ്പാദന രീതികളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദന രീതി പറയുമ്പോൾ 2 മെത്തേഡുകളല്ലേ, ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, 2 ലേബർ ഇൻറ്റൻസീവ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മൂലധനം ഉപയോഗപ്പെടുത്തുന്നു, അല്ല നമ്മുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടടാ എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ ഒരുപാട് ക്യാഷ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ. ഇനി ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷ് കുറവാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ എന്തിനും പണിയെടുക്കാൻ തയ്യാറായ ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വെച്ച് പ്രൊഡക്ഷൻ നടത്താം അല്ലേ. നമ്മൾ സാധാരണ എക്സാമ്പിൾ പറയാറില്ല, നമ്മുടെ അമേരിക്കയിലൊക്കെ സാധാരണ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഏതാണ് നടക്കാറുള്ളത്, ഈ പറഞ്ഞ ലേബർ ഇൻറ്റൻസീവ് ആണ് നടക്കാറുള്ളത്. ഇതൊക്കെ നിങ്ങൾ +2 കഴിഞ്ഞ് ഡിഗ്രിയും PG ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പഠിക്കട്ടോ. എന്നെ പഠിപ്പിച്ച സമയത്ത് എനിക്കിത് ഓർമ്മയുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് ആണ്
ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുന്ന ഓരോ കൺട്രികളും വ്യത്യസ്തമായ രീതികളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു വെച്ചു. ഇപ്പോൾ അമേരിക്കയുടെയും അതേപോലെ ഇന്ത്യയുടെയും കേസുകൾ നമ്മൾ പറഞ്ഞു വെച്ചു. ദെൻ മൂന്നാമത്തെ ചോദ്യമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കേണ്ടത്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം ഞാൻ പറയട്ടെ. ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാനൊരു രാജ്യമാണ് വരക്കുന്നത് വിചാരിക്കുക. എ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ഇവിടെ 2 ടൈപ്പ് ആൾക്കാർ. ഓക്കെ, കൂടുതൽ ആൾക്കാരും പുവർ ആയിട്ടുള്ള ആൾക്കാരാണ്, ദരിദ്ര ആൾക്കാരാണ്, വളരെ കുറച്ച് പേരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തേണ്ടത്? പുവർ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലേ. അതായത് ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി വരുന്നത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ഇപ്പോൾ ഈ രാജ്യത്ത് കൊണ്ടിട്ട് നമ്മൾ ലക്ഷറി ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതവിടെ എങ്ങനെ കിടക്കും. കാരണം എന്താണ്, ലക്ഷറി ഐറ്റംസ് വാങ്ങാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും അവിടെ അല്ലേ. എന്നാൽ നോർമൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന നെസറി ഐറ്റംസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതോ അത്യാവശ്യ വസ്തുക്കളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ എന്ത് വേണം, അതെല്ലാവർക്കും കിട്ടുന്ന രീതിയിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു രാജ്യത്തെ മെജോറിറ്റി നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അത് മാത്രമല്ല, ഇറ്റ് റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് വിതരണം ചെയ്യണം അല്ലേ. അപ്പോൾ നോക്കിയാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്, നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വിതരണം ചെയ്യണം, ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യണം. ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതിനകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? ലാൻഡ് പഠിച്ചിട്ടുണ്ട്, ലേബർ പഠിച്ചിട്ടുണ്ട്, ദെൻ ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഫൈനലി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലേ, ഇതിൻ്റെ വിതരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ ഉൽപ്പാദന ധർമ്മങ്ങളായിട്ടുള്ള ഉൽപ്പാദന ഘടകങ്ങളെ വിതരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കി, നമുക്ക് എല്ലാ ഐറ്റംസും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടും വാങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓൾ ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ക്യാനോട്ട് ബൈ പർച്ചേസ് ബൈ ഓൾ. എല്ലാ ഐറ്റംസ് നമുക്ക് എല്ലാവരും കൊണ്ട് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഫോക്കസ് ഓൺ ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദെയർ കപ്പാസിറ്റി. നമ്മളെ നാട്ടിലുള്ള കൺസ്യൂമേഴ്സ് ആരാന്നും അവരുടെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ. അപ്പോൾ ആർക്ക് വേണ്ടി പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ആകെ പഠിച്ചുകൊണ്ടത്. ഇതിങ്ങനെ പഠിച്ചു നോക്കി, ഇങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചു നോക്കി, നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്നുള്ള ഏതൊരു സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും പുതിയ ചോദ്യങ്ങളായിട്ട് കാണും, അല്ലെങ്കിൽ പുതിയ ഭാഗങ്ങളായിട്ട് കാണുമെന്ന് വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.